الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്തുൽ സുമറിലെ 41-ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട മരണത്തിന് ശേഷം നമുക്ക് സ്വർഗം കിട്ടുമോ അതല്ല നമ്മൾ നരകത്തിലാകുമോ, ഇത് തീരുമാനിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്ന ഈ 41-ാമത്തെ ആയത്തിലുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു വഴി കാണിച്ചു തരികയാണ്. ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്. അത് കുറെ സത്യങ്ങളാണ്, അത് അല്ലാഹു ഇറക്കി തന്നു. അതിന്റെ ആ മാർഗം, ആ ഹിദായത്തിന്റെ മാർഗം സ്വീകരിച്ചവൻ അതിന്റെ ഗുണമുണ്ട്. നല്ല ആരെങ്കിലും അത് തെറ്റിപ്പോവുകയാണെങ്കിൽ അതിന്റെ ദോഷവും അവന് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തെ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. വേറെ ഒരാളുമായിട്ട് നമ്മൾ ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെടുന്നു, അതിന്റെ ഗുണങ്ങൾ മറ്റു ചില ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ പ്രയാസപ്പെടുന്നു, അതിന്റെ ഗുണങ്ങൾ മറ്റു ചില ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ വിയർക്കുന്നു, നമ്മൾ ടെൻഷൻ അടിക്കുന്നു, ഇതിന്റെയൊക്കെ ഗുണങ്ങൾ മറ്റു പലർക്കും കിട്ടാറുണ്ട്. ഇവിടെ നമുക്ക് സ്വന്തമായി നമ്മുടെ ജീവിതത്തിൽ അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ഗുണം, നമുക്ക് ദോഷം. ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അതിന്റെ ഗുണം, ഇല്ലെങ്കിൽ അതിന്റെ ദോഷം നമുക്ക്. വളരെ പ്രധാനമാണ് ഈ വിഷയം എന്ന് പറഞ്ഞിട്ട്. അത് ആ വഴി ശരിക്കും സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. തെറ്റിപ്പോകുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ വഴിയിൽ തെറ്റലാണ്. അപ്പൊ നല്ല അറിയാന്ന് പറഞ്ഞാൽ അപ്പൊ ആ സ്വർഗം നമുക്ക് മരണത്തിന് ശേഷം സ്വർഗമാണോ നരകമാണോ എന്ന് നിശ്ചയിക്കുന്ന കാര്യം. അല്ലാഹു തആല പറയുന്നത് ഒരാളോടും അല്ലാഹു അനീതി കാണിക്കൂല. അല്ലാഹു നീതി മാത്രമേ കാണിക്കുള്ളൂ. അല്ലാഹു പറഞ്ഞു തരാതെ, കാണിച്ചു തരാതെ, വഴി കാണിച്ചു തരാതെ ഒരാളെയും ഒരു റസൂലിനെ നിയോഗിച്ചിട്ടില്ല എങ്കിൽ, ഒരു വഹി ഒരു നാട്ടിലേക്ക് അല്ല ഇറക്കിയിട്ടില്ല എങ്കിൽ ആ നാട്ടുകാർ അല്ല ശിക്ഷിക്കൂല. ഇത് ഖുർആനാണ്. നമ്മൾ ഈ പറഞ്ഞാൽ പോകുന്ന സൂറത്ത് ഇസ്രാഈലിലെ ആയത്താണ്. അല്ലാഹു തആല ഒരു റസൂലിനെ നിയോഗിക്കുന്നത് വരെ ഒരു നാട്ടുകാരെ ശിക്ഷിക്കൂല. എന്താ പറഞ്ഞ അർത്ഥം? നമുക്ക് ശിക്ഷ കിട്ടാൻ കാരണമാകുന്നുണ്ടെങ്കിൽ അല്ലാഹു പ്രവാചകനെ അയച്ചു, വഹി അയച്ചു, നമ്മളത് കണ്ടില്ല, കേട്ടില്ല, പഠിച്ചില്ല, അതിന് സമയം കണ്ടെത്തില്ല, ദുനിയാവിന്റെ പിന്നാലെ മാത്രം നമ്മൾ പോയി, അതുകൊണ്ട് വഴിതെറ്റിപ്പോയി. എന്നിട്ട് റസൂലിനോട് അല്ലാഹു അവസാനം പറയാണ്, റസൂലെ താങ്കൾ അവരുടെ വക്കീലല്ല. അതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വക്കീലല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ പഴിചാരാനുണ്ടെങ്കിൽ, മനുഷ്യന്റെ സ്വാഭാവികമായ മനുഷ്യന്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ഒരു പഴി ചാരാനുണ്ടെങ്കിൽ, ചെറിയ പ്രായം മുതലേ അങ്ങനെയാണ്. നമ്മൾ അധ്യാപകൻ ഉസ്താദ് പിടിച്ചു, മാഷ് പിടിച്ചു, ശിക്ഷ കിട്ടും, അടി കിട്ടും, ശിക്ഷിക്കപ്പെടുന്ന ഉറപ്പാ. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒന്ന് പഴി ചാരാൻ വല്ല വാറുണ്ടാന്ന് നോക്കും. ഇന്ന ആളാണ്. ചിലപ്പോൾ എന്തെയും സ്വന്തം വാപ്പാനമ്മാനെ വരെ നമ്മൾ ചില അടി കിട്ടുന്നതിന് കാരണക്കാരെക്കാരോട് പറയും, അധ്യാപകർ മാഷുമാരോട് പറയും, അപ്പാനമ്മാന്റെ ഉച്ചവരുന്ന മക്കൾ പറയും. ദുനിയാവിൽ തന്നെ നടക്കുന്ന കാര്യം. നമ്മൾ ആരെങ്കിലും ഒരാളെ പണി തരാൻ കിട്ടിയാൽ നമ്മളത് ഇന്ന ആളെ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ടാണ്, ഞാൻ ഇന്ന നാട്ടിലായതുകൊണ്ടാണ്, ഇന്ന സാഹചര്യത്തിൽ ജീവിച്ചതുകൊണ്ടാണ്, ഇന്ന നോക്കാൻ ആളില്ലാത്തതുകൊണ്ട്, അങ്ങനെ പലതും നമ്മൾ കാരണങ്ങൾ പറയും. അപ്പൊ ഇവിടെ റസൂലിനെ നിയോഗിക്കുന്നു, ഖുർആനുമായി നിയോഗിക്കുന്നു. അപ്പോ കാരണങ്ങൾ പറയുമ്പോൾ നാളെ പരലോകത്ത് അല്ലാഹ് നരകത്തേക്ക് ഓരോരുത്തർ ഇങ്ങനെ വലിച്ചെറിയുമ്പോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? അലം യത്തിക്കും നദീർ, താക്കീതുകാരൻ വന്നിട്ടില്ലായിരുന്നോ?
ആ താക്കീതുകാരൻ ആരാ? റസൂലാണ് ആ താക്കീതുകാരൻ, അല്ലെ? താക്കീതുകാരൻ വന്നിട്ടില്ലായിരുന്നതാണ്. അപ്പം അത് റസൂൽ താക്കീതുകാരൻ മാത്രമാണ്. നമുക്ക് നമ്മൾ ദുന്യവിയായിട്ട് ആലോചിച്ച് നോക്കി, നമുക്ക് എന്തെങ്കിലും പഴിചാരാൻ പറ്റുമായിരുന്നെങ്കിൽ ആരെ മുകളിലേക്ക് ഇടും? അത് റസൂലിന്റെ മുകളിലേക്ക് ഇടും. അള്ളാഹ് പറയണം എന്താണ് ആ ആയത്തിൽ നമ്മൾ പരിശോധിച്ചു വേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവര് ഹിദായത്തിന്റെ ഗുണം കിട്ടാതെ പോയത്? എന്തുകൊണ്ട് അവൻ വഴിതെറ്റി നരകത്തിലെത്തി? അതിന്റെ കാരണങ്ങളൊക്കെ പറയുന്നു. അവിടെയാണ് വീണ്ടും അള്ളാഹ് ആവർത്തിക്കുകയാണ്, നബിയോട് പറയാൻ, നബിയെ താങ്കൾ വക്കീലല്ല. അത് ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഒരുപാട് ആയത്തുകൾ നോക്കി, ഇനി നോക്കാനുള്ളത് സൂറത്ത് ഇസ്രാ 17-ാം അധ്യായം. അതിലെ 45-ാമത്തെ ആയത്ത് മുതൽ 54 വരെ. സൂറത്തുൽ ഇസ്രാ 17-ാം അധ്യായം. സൂറത്ത് ബനി ഇസ്രായീൽ എന്ന പേരുണ്ട്. അൽ-കഹ്ഫിന്റെ തൊട്ട് മുമ്പുള്ള കണ്ടില്ലേ? ഓതിക്കോളെ. 45-ാമത്തെ ആയത്ത്.
ആ ആയത്തിൽ പ്രതിപാദിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെ കുറിച്ച് മുഴുവനായിട്ടുള്ള ഒരു വിശദീകരണമാണ് ഈ ആയത്തുകളിൽ വന്നിട്ടുള്ളത്. ഒന്നാമതായി അല്ല പറഞ്ഞത് ഈ ഖുർആൻ ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്. ആ കിതാബ് ഏതാ? ഖുർആനാണ്. അല്ലെ? ഇത് വായിക്കും. 45-ാമത്തെ ആയത്ത് വായിക്കും. ഫഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറതി കിതാബൻ മസ്തൂർ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളൊക്കെ ഇപ്പൊ ഈ ഖുർആൻ ക്ലാസ്സിലേക്ക് വരുന്നതും പിന്നെ ഈ ദിവസം നമ്മൾ അന്വേഷിക്കുന്നതും ഇന്ന് ക്ലാസ്സൊക്കെ ഒന്ന് തിരക്കുന്നതും ഒരു ക്ലാസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ വേദനിക്കുന്നതും പ്രയാസപ്പെടുന്നതും എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ പരലോകത്തെ കുറിച്ചുള്ള ഒരു ചിന്തയും മരണത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മയും ഒക്കെ നമുക്കുള്ളതുകൊണ്ട് തന്നെയാണ്. ഇതില്ലാത്ത ആളുകൾക്കൊന്നും ഒരിക്കലും ഫലം ചെയ്യില്ല. അല്ലാഹ് പറയാണ് ഫഇദാ ഖറഅതൽ ഖുർആന, നീ ഖുർആൻ പാരായണം ചെയ്താൽ, നീ ഖുർആൻ ഓതിയാൽ എന്താ സംഭവിക്കാൻ പോകുന്ന കാര്യം? വജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറതി കിതാബൻ ഹിജാബൻ മസ്തൂറ. നിനക്കും ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർക്കുമിടയിൽ നാം ഒരു അദൃശ്യമായ ഒരു മറയിടുന്നതാണ്. ഹിജാബൻ മസ്തൂറ, അദൃശ്യമായ ഒരു മറ. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്കിടയിൽ ഒരു മറ. ഹൃദയത്തിൽ തീരെ ആഹ്ലത്തെ പറ്റി ചിന്തയില്ലാത്തവനെ ഖുർആൻ ക്ലാസിനെ പറ്റി ഖുർആൻ പഠിക്കുന്നതിനെ കുറിച്ചുമൊക്കെ അവന് തടസ്സമാവുള്ളൂ. മനസ്സിലാവുക? ഇപ്പൊ ഖുർആൻ തുടക്കം, ഖുർആൻ ആദ്യ ഭാഗങ്ങൾ നോക്കി അത് പഠിക്കണമെന്നല്ലേ അത് മനസ്സിലാവുള്ളൂ. ദാലിക്കൽ കിതാബ്, ആ കിതാബ് ഏതാ? സംശയമില്ല. ഹുദലി മുത്തഖീങ്ങൾക്ക് ഹുദയ, ഹിദായത്ത് മാർഗമാണ്, ഹിദായത്തിന്റെ മാർഗമാണ് ഹുദലി മുത്തഖീൻ. ബാക്കിയെന്താ? അല്ലദീന യുമിനൂന. ഒന്നാമതായി വിശ്വസിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. അദൃശ്യത്തിൽ വിശ്വസിക്കുന്നു. പിന്നെയോ ആഖിറത്തിൽ യൂഖിനൂൻ, ദൃഢമായി വിശ്വസിക്കുന്നു. ഈ ആഖിറത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ ഖുർആൻ ഹുദയാകുന്നത്, ഹിദായത്തിന്റെ മാർഗമാകുന്നത്. ഈ ആശയാണ് നമ്മൾ പറഞ്ഞത്. ഹൃദയത്തിൽ പരലോകത്തെ കുറിച്ച് ചിന്തയില്ലാത്ത ആളുകൾക്കിടയിൽ, നബിക്കുമിടയിൽ ഒരു മറ എന്ന് പറയുന്ന അർത്ഥം എന്താ? ഈ ഖുർആൻ കൊണ്ടുവന്ന ആളാരാണ്? നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു മറ, അദൃശ്യമായി കണ്ണുടെ മറ കാണാൻ കഴിയില്ല. പക്ഷെ ആ മറക്ക് അപ്പുറത്തായിരിക്കും എപ്പോഴും ഈ ആളുണ്ടാവുക. അപ്പുറത്ത് നടക്കുന്നത് എന്താന്ന് പറയാൻ കഴിയില്ല. ക്ലാസ്സിൽ വന്ന ആൾക്കാരും വരാത്ത ആൾക്കാരും, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ക്ലാസ്സിൽ വന്ന ആൾക്കാരും വരാത്ത ആൾക്കാരും ഒരു മറക്ക് ഇപ്പുറത്തിനല്ലേ. ഇവിടെ എന്താണ് പറഞ്ഞത്, എന്താണ് ഖുർആൻ അല്ലാഹ് പറയുന്നത് എന്ന് അറിയാതെ ഒരു മറക്കപ്പുറം ജീവിക്കുന്ന ആൾക്കാരും ഇത് കേട്ട് മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാരും. കേൾക്കാതെ ചിലപ്പം ഒരു വട്ടം കേട്ടാലൊന്നും ചിലപ്പം നമ്മൾ ശരിയാവണമെന്നൊന്നുമില്ല. പക്ഷെ പലവട്ടം കേൾക്കുന്നു, ആവർത്തിച്ച് കേൾക്കുന്നു. അങ്ങനെ ക്രമേണ ഓരോന്നായി ശരിയായി വരുന്നു. അങ്ങനെ തന്നെയാണ് മാറ്റം ഉണ്ടായതൊക്കെ. ഒരു സുപ്രഭാതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് മാറുമെന്ന് ആരും കരുതണ്ട. ഖുർആൻ അങ്ങനെ തന്നെ മാറ്റിയത് 23 കൊല്ലം കൊണ്ടാണ് മാറിയത്, പൂർണ്ണമായി മാറിയത്. ഓരോ വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയത് പ്രകാരം പോവാണ്. എന്താണ് ഈ മറ? ഈ ആയത്തിനെ ഖുർആൻ മറ്റൊരു ആയത്തുകൂടി വിശദീകരിക്കുന്നുണ്ട്. ഈ അദൃശ്യമായ മറ എന്താണ്? അൻഫാൽ എന്ന് മറക്കി. അൻഫാൽ 8-ാമത്തെ ആയത്ത്, അൻഫാലിലെ 24-ാമത്തെ ആയത്ത്.
കണ്ടില്ല? കണ്ടോ? ശരിക്ക് മനസ്സറിഞ്ഞ് വായിക്കണ ഈ ആയത്തുകൾ ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ വിളിക്കുന്നത്. ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ. ശ്രദ്ധിക്കണേ. ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ. അല്ലാഹുവിനും റസൂലിനും നിങ്ങൾ ഉത്തരം നൽകണം. ഇദാ ദഅാകും, നിങ്ങളെ അല്ലാഹു റസൂലും വിളിക്കുമ്പോൾ, അല്ലാഹു റസൂലും വിളിക്കുമ്പോൾ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം. വിളിച്ചോടത്തേക്ക് ചെല്ലണം. വാപ്പ വിളിച്ചു, ഉമ്മ വിളിച്ചു, ഉസ്താദ് വിളിച്ചു, വിളിച്ചാൽ ഉത്തരം കൊടുക്കാന്ന് എന്താ? വിളിച്ചോടത്തേക്ക് വരണം. അല്ലാഹു റസൂലും എവിടേക്കാ വിളിച്ചത്? ഏതിലേക്കാ വിളിച്ചത്? ഖുർആനിലേക്കാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് ആ വിളിച്ച സംഗതി എന്താണെന്നറിയോ? ലിമാ യുഹ്യീക്കും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്കാണ്. ലിമാ യുഹ്യീക്കും എന്താണ്? നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്കാണ് അല്ലാഹു റസൂൽ വിളിക്കുന്നത്. എന്താ ജീവൻ നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ? മരിച്ചെടുക്കാൻ ജീവല്ലേ? ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് അല്ലാഹു റസൂൽ വിളിച്ചാൽ അതിന് നിങ്ങൾ ഉത്തരം കൊടുക്കണമെന്നാണ്. ജീവൻ നൽകുക എന്ന് പറഞ്ഞാൽ അതിനെ ഹദീസിൽ അങ്ങനെ വിശദീകരിച്ചു. റസൂൽ പറയാണ്, ഒരാള് എതുക്കുറപ്പവും റബ്ബിനെ ഓർക്കുന്നവന്റെയും ഓർക്കാത്തവന്റെയും ഉദാഹരണം ജീവനുള്ളവന്റെയും ജീവനില്ലാത്തവനെയും പോലെയാണ്. അള്ളാഹനെ ഓർക്കാതെ ജീവിക്കുന്ന ഒരുത്തിനെ ശവത്തെ പോലെയാണ്, ഒരു മയ്യത്തിന്റെ മതിയാണ്. അതാണ് റസൂൽ വിശദീകരിച്ചത്. അല്ലാഹുവും റസൂലും നിങ്ങളെ ക്ഷണിച്ചത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്കാണ്. എന്താ പറയുക? എന്താ അതിന്റെ അർത്ഥം? ഒരു ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കുകയാണ്. ഒരിക്കലും നമുക്ക് പല ലോകത്ത് പല ടൈപ്പ് ആൾക്കാർ പല സാഹചര്യത്തിൽ ജീവിക്കുന്നവരുണ്ട്, പല രൂപത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാഹുവും റസൂലും പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ജീവൻ നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ജീവിച്ചു എന്നത് അനുഭവിക്കാൻ കഴിയും. നമുക്ക് അതിന് റസൂൽ പറഞ്ഞ പോലെ ജീവിച്ചാൽ, ഇല്ലെങ്കിൽ ജീവിതം ഉണ്ടാവില്ല. ജീവിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെ കിട്ടണം? കിട്ടേണ്ട കാര്യങ്ങളെ കൂടെ കിട്ടും. സമാധാനം, ഒരു കുടുംബം കിട്ടും, സന്തോഷമുള്ള ഒരു ഹൃദയം, മനസ്സ് കിട്ടും. ഇല്ലായ്മകളുണ്ട്, വല്ലായ്മകളുണ്ട്, കടമുണ്ട്, കടബാധ്യതകളുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ദുഃഖമുണ്ട്, രോഗങ്ങളുണ്ട്, പലതുണ്ട്. ഇത് നിറഞ്ഞു നിൽക്കുന്നതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ, അല്ലെ? എന്നിട്ട് ആ ജീവിതത്തിനിടയിലും എന്ത് കിട്ടും? സന്തോഷം, സമാധാനം ആർക്കാ കിട്ടുക? അവിടെ നമ്മൾ ആയിരിക്കണ്ടേ? ഈമാൻ യാത്ര കിട്ടൂല. ഈമാൻ യാത്ര കിട്ടൂല. സന്തോഷം, സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈമാൻ ഉണ്ടാവണം. ഈമാൻ യാത്ര കിട്ടൂല. ഇത് എവിടൊക്കെ നിങ്ങള് ഈ മറ നോക്കി ബാക്കി വായിക്കണേ. വായനമോ മനസ്സിലാക്കണം, നന്നായി മനസ്സിലാക്കണം. എന്താണ് ഉത്തരം കൊടുക്കാനുള്ള പ്രശ്നം? അന്നല്ലാഹ വൈകി യഹൂലു ബൈനൽ മർഇ വൽ ഖൽബി. അല്ലാഹു മനുഷ്യനും അവന്റെ മനസ്സിനും ഇടയിൽ ഒരു മറയിടും. യഹൂലു ബൈനൽ മർഇ വൽ ഖൽബി. അവന്റെ ഹൃദയത്തിനും അല്ലാഹുവിനും ഇടയിൽ അള്ളാഹുവിന്റെയും ഒരു മറയിടും. പിന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും, മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് മനസ്സിലാക്കിക്കോളി. ഈ മറ എങ്ങനെ വരിക? എങ്ങനെ ഈ മറ വരിക? ഞാൻ അടുത്ത മുന്നിലെ ആയത്തിലാണ് നമ്മൾ വായിച്ചത്. ആ ആയത്തിന്റെ വിശദീകരണമാണ് നേരത്തെ വായിച്ച ആയത്തിന്റെ. എവിടെയാണ് ഈ മറ വരിക എന്നറിയുന്നത്? അല്ലാഹു റസൂൽ വിളിച്ചതിലേക്ക് ഉത്തരം നമ്മൾ കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? എങ്ങനെ കൊടുക്കേണ്ടി അറിയട്ടെ? നമ്മള് ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മളൊരു ആശയം മനസ്സിലാക്കിയാൽ, ഒരു ആദർശം മനസ്സിലാക്കിയാൽ നമ്മളത് എവിടെ പ്രയോഗത്തിൽ കൊണ്ടുവരട്ടെ? അല്ലെ? സ്വന്തം കുടുംബത്തിൽ, അല്ലെ? സ്വന്തം കുടുംബത്തിൽ, സ്വന്തം ജീവിതത്തിൽ. ജീവിതം സ്വന്തം കുടുംബത്തിലാണ്. ആദ്യം കുടുംബമാണ്. കുറെ കുടുംബങ്ങളാണ് സമൂഹം. ഓരോരുത്തരും അവനവന്റെ കുടുംബത്തിൽ ഇത് കൊണ്ടുവന്നാൽ സമൂഹം ശരിയായി. പിന്നെ സമൂഹത്തിൽ വേറെ പറഞ്ഞ കാര്യമില്ല. ഇതെവിടെ മാറി വരിക? നമുക്ക് ഇത് കിട്ടുന്നതിന്റെ കൂടെ
നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ ഇത് കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയാത്തൊരവസ്ഥ വരും, നിലനിർത്താൻ സാധിക്കാത്തൊരവസ്ഥ വരും. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ ഭാര്യ ഭർത്താവിന്റെ മേൽ ചാരും, ഭർത്താവ് ഭാര്യന്റെ മേൽ ചാരും. നിങ്ങള് എന്തുകൊണ്ട് എന്റെ ഖുർആൻ ക്ലാസ്സിനെ കൊണ്ടുപോയില്ലാന്ന് ഭാര്യ ചോദിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയാന്ന് ഖുർആൻ ക്ലാസ്സിൽ വരുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ പറ്റി ചോദിക്കും. വാപ്പാനോട് മക്കളെ പറ്റി ചോദിക്കും. മക്കൾ നാളെ പരലോകത്ത് വാപ്പാക്ക് എതിരിൽ പറയല് എന്തായിരിക്കും? ഞങ്ങൾക്ക് ഇത് വാപ്പ തന്നില്ലാന്നാ പറയാം. പരലോകത്ത് വെച്ച് പറയുന്ന കാലിനടിയിലിട്ട് ചവിട്ടി അരക്കുന്ന, കാലിനടിയിലിട്ട് നമ്മളെ പൊന്നോമന മക്കള്, കൊഞ്ചിച്ച് ലാളിച്ച് സ്നേഹിച്ച് വളർത്തിയ മക്കള് നാളെ പറയുന്ന, ഞങ്ങൾക്ക് ദുനിയാവ് തന്നു, നല്ല വിദ്യാഭ്യാസം തന്നു, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ കാശ് ചെലവാക്കി, ഇതിന് ദുനിയാവിന്റെ വിദ്യാഭ്യാസം നൽകാൻ, ഏറ്റവും നല്ല ശമ്പളം, നല്ല ജോലി, നല്ല സ്ഥാനം, നല്ല പദവി കിട്ടുന്ന നല്ല സ്ഥലത്തെത്തണമെന്ന് വാപ്പ ആഗ്രഹിച്ചു. അതിനുവേണ്ടി നല്ല സ്ഥാപനത്തെ കൊണ്ടേയാക്കി, അതിൽ ലക്ഷങ്ങൾ വാപ്പ ചെലവാക്കി. പക്ഷെ വാപ്പ തരാതിരുന്നത് എന്താ? ഖുർആനാണ്. തരാതിരുന്നത് ദീനാണ്, ഈ മാർഗ വഴിയാണ്. അതുകൊണ്ട് ഞാൻ തെറ്റിപ്പോയി, ഈ മാർഗത്തിൽ തെറ്റിപ്പോകാൻ കാരണം ആരാ? എന്റെ വാപ്പയാണ്, എന്റെ ഉമ്മയാണ്. അതുകൊണ്ട് ഞങ്ങളെ കാലിന്റെ അടിയിൽ വെച്ച് ചവിട്ടി ഇറക്കുന്ന പരലോകത്ത് വെച്ച് പറയുന്ന അല്ല പറയുന്നത്. ഇത് ഗുരുതരമായ ഗൗരവമുള്ള വിഷയമല്ലേ, നമ്മൾ ആലോചിക്കണം. ശരി, ഇനി അപ്പുറത്തേക്ക് തന്നെ വരും. ഇനി അതിനുശേഷം കുറെ ആയത്തുകളുണ്ട്. ആയത്തുകളെല്ലാം കൂടി ഞാൻ വായിക്കുന്നില്ല, അത് വായിച്ചു നോക്കുക. വായിക്കാനും പറയാനൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, സൗകര്യം പോലെ ആയത്തുകളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിനിടയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. അതിനിടയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ മറയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്നുള്ളതാണ്. മറയിട്ട് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതിന് ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പരലോകത്ത് അങ്ങേയറ്റം ഉണ്ടാക്കും, പിന്നെ അവരെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിൽ കൂടുതൽ കാര്യം പറയാൻ മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണിത്. അപ്പൊ നമ്മളെ ഇപ്പൊ കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകളായിട്ട് 16ഓളം ക്ലാസ്സുകൾ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഇവിടുന്ന് പോയതിനു ശേഷം പിന്നെ ഒരു ഖുത്ബ മാത്രം പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ക്ലാസ് ശരിക്ക് സൗണ്ട് അടഞ്ഞു പോകുന്നൊരു പ്രയാസമുണ്ട്. അപ്പൊ ആ കാര്യങ്ങളോട് വസിയത്തായിട്ട് പറയും. ശരി, ഇനി 53-ാമത്തെ ആയത്ത് വായിക്കുക. 53, 54 ആയത്ത് വായിച്ചിട്ട് അവസാനിപ്പിക്കുക. എന്താണ് 53-ാമത്തെ ആയത്ത്? വഖുൽ, നബിയെ പറയുക, വഖുൽ ഇബാദി, ആരോട് പറയാ? എന്റെ അടിമകളോട് പറയാ. വഖുൽ, നീ പറയുക, വഖുൽ ഇബാദി, എന്റെ അടിമകളോട് നീ പറയുക. എന്താ പറയുന്നത്? യഖൂലു ലത്തി യഹ്സൻ, നല്ലത് പറയണം, നല്ല വാക്ക് പറയണമെന്ന് എന്ത് ചെയ്യണം? എന്റെ അടിമകളോട് പറയാം. ഇത് കുടുംബത്തിലേക്ക് വരുന്നെങ്കിൽ നോക്കി, ഈ വിഷയം കുടുംബത്തിലേക്ക് വരണം. നോക്കി, ഈ അഹ്സൻ എവിടെയാണെന്ന് പറഞ്ഞത്? നന്നായി പെരുമാറണം എന്ന് പറഞ്ഞത് ആരോടാണ്? അല്ലെ? ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക വരാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തൊരാൾ ഇരിക്കുന്നത്. എന്നോട് നിങ്ങളെ എവിടേക്കാണെന്ന് വെച്ചാൽ പരിചയപ്പെടും. അയാൾ കുറ്റിപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറാൻ വേണ്ടി ഇരിക്കുക. അപ്പൊ ഞാൻ അയാളെ പരിചയപ്പെട്ടപ്പോൾ അയാൾ അതൊരു ഹോംനൈസാണ്. അപ്പൊ ഞാനിവിടെ വന്നത്, ഇവിടെ ഒരു വർക്കുണ്ട്, വർക്കൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അയാൾ ഹോംനൈസാണ്. അപ്പൊ വർക്ക് നോക്കാൻ വേണ്ടി വന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ സ്ഥലമൊക്കെ പറഞ്ഞു, മലപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിൽ തന്നെ ആ റോഡിനാടി പോയിട്ടാണ്. അപ്പൊ വളരെ നല്ല സാമ്പത്തിക നല്ല ഹൈ ഇതിലുള്ള ആളുകളാണ്. അപ്പൊ പിന്നെ എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്താ നിങ്ങൾക്ക് വർക്ക് കിട്ടിയോ, വർക്ക് എടുത്തോ? എന്നോട് പറഞ്ഞേ, ഞാൻ ഡെയിലി 800 രൂപ തരണം, 800 രൂപ വേണം, പിന്നെ ഫുഡ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പിന്നെ അത് കുറഞ്ഞ ആളെ കിട്ടുകയാണെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അറിയിക്കാം എന്ന് പറഞ്ഞു. ഇതിനേക്കാളും കുറഞ്ഞ പൈസ ആളെ കിട്ടിയില്ലെങ്കിൽ അറിയിക്കാന്ന് പറഞ്ഞാൽ പോകുന്നു പറഞ്ഞു. അയാൾ പറയണം, ആ രോഗിന്റെ അവസ്ഥ പറയും. അയാള് പിന്നെ കിടന്നിട്ട് കിടപ്പ് രോഗിയാണ്. അപ്പൊ ആ
കിടപ്പ് രോഗി, ഒരുപാട് ആളെ മക്കളും ആളുകളൊക്കെ ഒരുപാട് സ്വത്ത് മുതലുള്ള ആൾക്കാരാണ്. ഇതിനാൾ പറയാണ്, ഞാൻ വളരെ പ്രയാസപ്പെട്ട ഒരു കുടുംബത്തെ പോകുന്ന ഒരാളാണ്. അയാളെ വാക്കാൻ ഞാൻ പറഞ്ഞത്, ഈ രോഗി കിടന്നിട്ട് ഈ ബാക്ക് ഭാഗത്ത് ഈ ഒരന്റെ ഭാഗത്ത് ഒരു കുഴിയായി മാറിയിട്ടുണ്ട്. ഞാൻ പറയണം. അപ്പം ഡെയിലി ഡ്രസ്സ് ചെയ്യണം. ഡെയിലി ഡ്രസ്സ് ചെയ്തിട്ട് അതിലെ ഈ തൊലികൾ വരുന്ന തൊലികൾ വെട്ടി അത് മുറി വൃത്തിയാക്കി കൊടുക്കണം. തൊലികളൊക്കെ എടുത്ത് വെട്ടി ഒഴിവാക്കി വൃത്തിയാക്കി കൊടുത്തിട്ട് അതിൽ ഉപ്പിട്ടിട്ട് അത് നല്ലോണം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ ഒറ്റ ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ പ്രാണികൾ വന്നതിൽ മുട്ടയിട്ട് പുഴുക്കൾ വരും. പുഴുക്കളായിട്ട് മാറും. വലിയ പുഴുക്കളായിട്ട് വരും. എന്നാൽ അദ്ദേഹം പറയാണ്, ഒരുപാട് ഇതുള്ള വലിയ സാമ്പത്തികമായിട്ടുള്ള ആളുകൾ ഇവര് ഈ ഒരു അവരെ വാപ്പയും ആരെങ്കിലും ആയിരിക്കുമല്ലോ രോഗി, അവരെ നോക്കാനാണ് എന്ത് വേണ്ടത്, ഈ വില പേശുന്നത്. അതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ദിവസങ്ങൾ തന്നെ രോഗിനെ ആരും നോക്കിയിട്ടില്ല. ഈ പാലിയേറ്റീവിന്റെ ആൾക്കാർ വന്നിട്ട് ക്ലിയറാക്കി പോയി എന്നും വരുമല്ലോ അവരെ പറയാം, എന്നും ഒരാഴ്ച ദിവസം വന്നിട്ട് വൃത്തിയാക്കി പോവാണ്. എന്നിട്ട് ആ മക്കളെ കുറിച്ചാണ് പറയുന്നത്. ആലോചിച്ചു നിങ്ങള്, ഒരു സ്വന്തം മാതാപിതാക്കളെ കാര്യങ്ങളിൽ വരെ ഇങ്ങനെ ഒരു വിലത്തിൽ സൗകര്യങ്ങളുള്ള ആളുടെ അവസ്ഥയാണ്. ഇല്ലാത്ത ആൾക്കാരുടെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ദിവസം പോലും അങ്ങനെ കിടക്കുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ പുഴുക്കളെ വെച്ച് കിടക്കുന്ന അത് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ അവർക്ക് മാറാൻ പറ്റൂല, ലീവ് എടുക്കാൻ പറ്റില്ല, വീട്ടിൽ പോകാൻ പറ്റില്ല, ഭാര്യ നോക്കാൻ പറ്റില്ല. ഇത് പ്രസവത്തിന് ശേഷം 40 ദിവസം നിൽക്കുന്ന വഴിയല്ലല്ലോ. ഈ വ്യക്തി എത്ര കാലം ജീവിക്കും, അത്രയും കാലം ഈ രോഗിനെ നോക്കണം. അപ്പൊ എനിക്ക് ലീവ് എടുത്ത് പോകണമെങ്കിൽ ഞാൻ വേറൊരാളെ ഞാൻ ഇവിടെ ആക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആക്കുന്ന ഒരാള് ചിലപ്പോൾ ഞാൻ 800 മതിയാവില്ല, 900 ചോദിക്കും. അദ്ദേഹം അതിന് കാരണങ്ങൾ പറയാം. അപ്പൊ ഈ ഒരു അവസ്ഥ ഒരു വല്ലാത്തൊരു പ്രയാസകരമാണ്. അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ വല്ലാത്തൊരു ഒരു പ്രയാസം മനസ്സിൽ കേൾക്കുമ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു പ്രയാസമാണ്. എന്താണെന്ന് ആ അവസ്ഥയിൽ കിടക്കുന്ന രോഗിനെ പറ്റി ആലോചിച്ചു. ആ രോഗിനെ വന്നിട്ട് ഇയാൾ നോക്കുകയാണ്. രോഗിനെ വന്ന് നോക്കി അയാളെ എത്ര ഭാഗത്ത് മുറിയുണ്ട്, എത്ര ഭാഗത്ത് പൊട്ടിയാണ്, എത്ര ഭാഗത്ത് മരുന്ന് വെക്കണം, അയാളെ നോക്കുന്നതിന്റെ റിസ്ക് എത്രമായി നോക്കണം. ആ നോക്കുന്ന ആൾക്ക് ഇയാള് 800 രൂപ പറഞ്ഞത് ഇയാളെ നോക്കുന്നതിന്റെ നോക്കണ നമ്മളെ വാപ്പിയാണ്. ഇയാളെ നോക്കിയിട്ടാണ് അവിടുന്നാണ് 800-600 വില വീശുന്നത്. ആലോചിക്കുന്നത്. ആ രോഗിയുണ്ട്, വാപ്പ കിടക്കുന്നുണ്ട്, അമ്മ കിടക്കേണ്ടവണ്, ഇയാൾ ശരീരം മുറിവത്തിലാണ്, ഇയാൾ എത്ര നോക്കണം. അയാൾ പറയണം അങ്ങനെ തിരിച്ചിടണം, പിന്നെ മറിച്ചിടണം, എന്തോ അങ്ങോട്ട് തിരിച്ചു ഇപ്പോഴും വൃത്തിയാക്കി രാവിലെ വൈകുന്നേരം വൃത്തിയാക്കി കൊടുക്കണം, അതിനിടയിൽ വൃത്തിയാക്കി കൊടുക്കേണ്ട, മരുന്ന് കൊടുക്കണം, സമയത്തിന് മരുന്ന് കൊടുക്കണം, ഒക്കെ അങ്ങനെ സംസാരിക്കണം. സൗകര്യങ്ങളെ ഒരു ഈമാനും തഖ്വയും ആഖിറത്തെ കുറിച്ച് ബോധമൊക്കെയുള്ള ഒരു മക്കൾ എന്ത് ചെയ്യൂല, അതിന് പകരം ഹോമേഴ്സിനെ നിർത്തൂല, ആൾക്കാരെ വെക്കൂല. മറിച്ച് അതിന്റെ ഒക്കെ പ്രതിഫലം ആർക്ക് കിട്ടണം? നമുക്ക് കിട്ടണം, അല്ലെ? ഇത് വരണമെങ്കിൽ നമ്മൾ ആ കിടക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളൊക്കെ ഒന്നിങ്ങനെ സങ്കല്പിച്ച് നോക്കി, എന്നിട്ട് നമ്മളിങ്ങനെ കിടക്കുന്നതിന് എടുത്തു വന്നിട്ട് നമ്മളെ നോക്കാൻ ആളെ കൊടുങ്ങാണ്ട് ഈ 600-800 വില പേശുന്ന അവസ്ഥയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ മുറിന്റെ പച്ച വിളങ്ങൾക്ക് മേൽ കിടക്കുന്നതിന്റെ വേദന എത്ര ഉണ്ടാവും? ആ വേദനയേക്കാൾ ഹൃദയത്തെ തകർത്ത് കളയുന്ന വേദന ആയിരിക്കൂലേ ഉണ്ടാകുക ഈ വാപ്പിക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മളെന്താ കൊടുക്കേണ്ടി? നമ്മളെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ കൊടുക്കേണ്ടത് സഹോദരങ്ങളെ ആഹ്റത്തെ കുറിച്ചുള്ള ബോധം. അല്ലെങ്കിൽ ഒരു മറ ഉണ്ടാകും, ആ മറക്ക് പിന്നിലാവും പരലോകമൊക്കെ. ജീവിതം ആസ്വദിക്കാന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെന്താവുന്നില്ല, പിന്നെ ഭാരാവും. എത്ര ദിവസമായി ടൂർ പോയിട്ട്, പുറത്തേക്ക് പോയിട്ട്, കറങ്ങാൻ പോയിട്ട്, കല്യാണത്തിന് പോയി, സൽക്കാരത്തിന് പോയിട്ട്. എന്താ കാരണം? ഇയാളിവിടെ കിടക്കല്ലേ, ഈ വാപ്പയുടെ കിടക്കല്ലേ, അമ്മോടെ കിടക്കല്ലേ. എങ്ങനെ പോകാന്നൊന്നും മരിച്ച് മയ്യത്ത് ഒന്ന് പോയിട്ട് കട്ടില് കാര്യമാകാൻ വേണ്ടി കാത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ആ കിടക്കണ രോഗി നമ്മളാണെങ്കിൽ ഒന്ന് ആലോചിക്കും, അവിടെയാണ് വിഷയം. അപ്പോ നമുക്ക് സമാധാനം കിട്ടണം, സന്തോഷം കിട്ടണം, ഏത് ഘട്ടത്തിൽ ഏത് സന്ദർഭത്തിലാണെങ്കിലും. എന്താ വേണ്ടത്? നമ്മൾ കുടുംബത്തിന് ബോധം കൊടുക്കണം, ആഹത്തിനെ കുറിച്ചുള്ള ബോധം കൊടുക്കണം. ഇന്ന ശൈത്താനെ ബൈനവും, ശൈത്താൻ നിങ്ങൾക്കിടയിൽ തീർച്ചയായും നിങ്ങൾക്കിടയിൽ കുഴപ്പം ഇളക്കി വിട്ടുകൊണ്ടിരിക്കും. ഇന്ന ശൈത്താൻ കാനലിൽ ഇൻസാനി അതുപോല, ശൈത്താൻ മനുഷ്യർക്ക് വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് റബ്ബുക്കും അലമു
നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പറ്റി നല്ലോണം